ഹലോ, നമുക്കിനി പറയാനുള്ളത് ഡയലോഗ്സ് ഇൻ ആൻഡ്രോയിഡ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഡയലോഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ വിൻഡോ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മിനിറ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് വരുന്നത് ഒരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ചിലപ്പോൾ നമുക്ക് ഡു യു വാണ്ട് ടു സേവ് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ യെസ്, അല്ലെങ്കിൽ നമുക്ക് രണ്ട് ബോക്സിലായിട്ട് നോ എന്നും അങ്ങനത്തെ ഇതൊക്കെ കാണാം. ഇതാണ് ഒരു ഡയലോഗ്, ആൻഡ്രോയിഡ് ഡയലോഗിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എ ഡയലോഗ് ഈസ് എ സ്മോൾ വിൻഡോ ദാറ്റ് പ്രോംപ്റ്റ് ദ യൂസർ ഡിസിഷൻ ഓർ എൻ്റർ അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് പറയാം, ഫസ്റ്റ് ഇത് അലേർട്ട് ഡയലോഗ്. ഓക്കെ, അലേർട്ട് ഡയലോഗ് എന്താണെന്ന് നോക്കാം. അലേർട്ട് ഡയലോഗിലുള്ളത് നമുക്ക് നോക്കാം. ഒരു ടൈറ്റിൽ ഉണ്ടാവും, അതുപോലെ തന്നെ അപ് ടു ത്രീ ബട്ടൺസ് വരെ നമുക്ക് പോസിബിൾ ആണ്. പിന്നെന്താ, എ ലിസ്റ്റ് ഓഫ് സെലക്റ്റബിൾ ഐറ്റംസ് ആൻഡ് കസ്റ്റം ലേഔട്ട്. ഇതാണ് ഒരു അലേർട്ട് ഡയലോഗിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അലേർട്ട് ഡയലോഗ് ബോക്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന, ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യം. അലേർട്ട് ഡയലോഗ് ബോക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള സിൻടാക്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം അലേർട്ട് ഡയലോഗ് ഡോട്ട് ബിൽഡർ ഈക്വൽ ടു ന്യൂ അലേർട്ട് ഡയലോഗ് ഡോട്ട് ബിൽഡർ ദിസ് സെമിക്കോളൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അലേർട്ട് ഡയലോഗ് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡയലോഗ് ബോക്സ് എന്താണ്? ഡയലോഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ വിൻഡോ ആണ്. നമുക്കെന്താണ്, സ്മോൾ വിൻഡോ ദാറ്റ് പ്രോംപ്റ്റ്സ് ദ യൂസർ ടു എ ഡിസിഷൻ ഓർ എൻ്റർ അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യൂസറിന് ഒരു ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയലോഗ്സ് യൂസ് ചെയ്യുന്നത് ഇൻ ആൻഡ്രോയിഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ അലേർട്ട് ഡയലോഗിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അലേർട്ട് ഡയലോഗ് ബോക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒരു 4 നോക്കാം. ഒന്ന് സെറ്റ് ഐക്കൺ. ഒന്നാമത്തെ സെറ്റ് ഐക്കൺ എന്തിനാന്ന് വെച്ചാൽ നമുക്കെന്താ, ഈ മെത്തേഡ് നമുക്ക് ഐക്കൺ സെറ്റ് ചെയ്യണം. നമ്മൾ അലേർട്ട് ബോക്സിന് ഐക്കൺ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനാണ് നമ്മൾ സെറ്റ് ഐക്കൺ. ഓക്കെ, ഈ ഡ്രോയബിൾ എന്ന് പറയുന്ന ഫയലിലാണ് ഇമേജസ് ഉള്ളത് എന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്നാണ് നമ്മൾ സെറ്റ് ഐക്കൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഐക്കൺ സെറ്റ് ചെയ്യാൻ. അതേമാതിരി സെറ്റ് ഓൺ ക്യാൻസൽ ലിസണർ. ഓക്കെ, ഇതെന്തിനാണ്, ദിസ് മെത്തേഡ് സെറ്റ്സ് the callback that will be called if the dialogue is cancelled. നമ്മൾ ഡയലോഗ് ക്യാൻസൽ ചെയ്യുമ്പം, അതായത് നമ്മൾ ലിസണർ ഓപ്പൺ ആവും, നമ്മൾ എന്താ ഓൺ ക്ലിക്ക് ലിസണർ ഇല്ലേ, ആ ഓൺ ക്ലിക്ക് ലിസണറിനെ ക്യാൻസൽ ചെയ്യാണ് സെറ്റ് ഓൺ ക്യാൻസൽ ലിസണർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെറ്റ് ടൈറ്റിൽ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ദിസ് മെത്തേഡ് സെറ്റ് ദ ടൈറ്റിൽ ടു ബി അപ്പിയർ ഇൻ ദ ഡയലോഗ്. നമ്മളെന്താണ്, ഡയലോഗ് ബോക്സിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യാൻ. ഞാനൊരു ഡയലോഗ് ബോക്സിൻ്റെ ഞാനൊരു എക്സാമ്പിൾ നേരത്തെ വരച്ചതാണ്. നമുക്കൊരു ഡയലോഗ് ബോക്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഡയലോഗ് ബോക്സിൽ നമുക്ക് ഇവിടെ എന്താണോ ഉള്ളത് നമുക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ടെക്സ്റ്റ് എന്താ, ഡു യു വാണ്ട് ടു സേവ് ഇതാണ്. ഓക്കെ, നമുക്ക് ഓക്കെ ഉണ്ട് ആൻഡ് നോ ഉണ്ട്, യെസ് ഉണ്ട്, നോ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ് ടു ഇത്ര ബട്ടണാണ് പറ്റുക, 3 ബട്ടൺസ് അപ് ടു 3 ബട്ടണേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, സെറ്റ് മെസ്സേജ്. ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, ദിസ് മെത്തേഡ് സെറ്റ് ദ മെസ്സേജ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ ദ അലേർട്ട് ബോക്സ്. എന്ത് മെസ്സേജ് ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഈ ടെക്സ്റ്റ് ഡു യു വാണ്ട് ടു സേവ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ ഈ അലേർട്ട് ബോക്സിൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അത് എന്താണ്, അത് സെറ്റ് ചെയ്യൽ നമ്മൾ ഈ സെറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അലേർട്ട് ഡയലോഗ് നോക്കുക. അപ്പം അലേർട്ട് ഡയലോഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ആണിത്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സിൻടാക്സ് പഠിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് അലേർട്ട് ഡയലോഗ് ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതേമാതിരി ABO എന്ത് വേണമെങ്കിലും, ADO എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അലേർട്ട് ഡയലോഗ് ബിൽഡർ ഇതൊരു ക്ലാസ് ആണ്. അലേർട്ട് ഡയലോഗ് ബിൽഡർ ഡോട്ട്
ക്രിയേറ്റ് എന്ന് പറയുന്ന സിൻടാക്സ് വെച്ചിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഈ ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ്? നമ്മളെ ഡയലോഗ് ഷോ ചെയ്യാൻ, നമ്മൾ അലേർട്ട് ഡയലോഗ് ഷോ ചെയ്യാനാണ്, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സിൻടാക്സ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തേത് കഴിഞ്ഞു, അലേർട്ട് ഡയലോഗ്. ഇനി അതേമാതിരി ലിസ്റ്റ് ഡയലോഗാണ് ഇനി പറയാനുള്ളത്. ലിസ്റ്റ് ഡയലോഗ് നോക്കാം. ഇനി അടുത്തതാണ് ലിസ്റ്റ് ഡയലോഗ്. ലിസ്റ്റ് ഡയലോഗ് ഒന്നുമില്ല, നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം നമുക്ക് ഷോ ചെയ്യണം ഇന്ന ഡയലോഗ് ബോക്സിൽ. ഓക്കെ, ഇറ്റ് ഹാസ് യൂസ്ഡ് ടു ഷോ ദ ലിസ്റ്റ് ഓഫ് ഐറ്റം ഇൻ എ ഡയലോഗ് ബോക്സ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. യൂസർ നീഡ് ടു സെലക്ട് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഓർ എൽസ് നീഡ് ടു ക്ലിക്ക്. എന്താണ്? അപ്പോൾ നമുക്ക് നോക്കാം, അത് ഒരു ഇൻട്രപ്റ്റ് വന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം എന്താ, അപ്പോൾ യൂസർ നീഡ് ടു സെലക്ട് എ ലിസ്റ്റ് ഓഫ് ഐറ്റം ഓർ എൽസ് നീഡ് ടു ക്ലിക്ക് ആൻ ഐറ്റം ഫ്രം എ മൾട്ടിപ്പിൾ ലിസ്റ്റ് ഓഫ് ഐറ്റം. അപ്പോഴാണ് നമ്മൾ ഈ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലിസ്റ്റ് ഡയലോഗ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഇറ്റ് ഹാസ് യൂസ്ഡ് ടു ഷോ ലിസ്റ്റ് ഓഫ് ഐറ്റം ഇൻ എ ഡയലോഗ് ബോക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കാം. അലേർട്ട് ഡയലോഗ് ഡോട്ട് ബിൽഡർ, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ബിൽഡർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ അലേർട്ട് ഡയലോഗ് ഡോട്ട് ബിൽഡർ ഗെറ്റ് ആക്ടിവിറ്റി. ഓക്കെ, ഇനി എന്താ, ബിൽഡർ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അത് അവിടെ ബിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ബി ഡോട്ട് അല്ലെങ്കിൽ ബിൽഡർ ഡോട്ട് സെറ്റ് ടൈറ്റിൽ. നമുക്ക് എന്താ, ഒരു ലിസ്റ്റ് ഓഫ് എന്താണ് കൊടുക്കണം, ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമുക്ക് ഷോ ചെയ്യിപ്പിക്കണം. ഓക്കെ, നമ്മളെ എന്തിൽ, ഡയലോഗിൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിക്ക് എ കളർ. നമ്മളെ ടൈറ്റിൽ എന്താ, പിക്ക് എ കളറാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഐറ്റംസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ലിസ്റ്റ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ. ഇനി സിംഗിൾ ചോയ്സ് ലിസ്റ്റ് ഡയലോഗ്, നമുക്ക് എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സും ഉണ്ടാവും, അതേമാതിരി സിംഗിൾ ചോയ്സ് ലിസ്റ്റ് ഡയലോഗ്. അതെന്താ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഹാസ് യൂസ്ഡ് ടു ആഡ് സിംഗിൾ ചോയ്സ് ലിസ്റ്റ് ടു dialog box. It has used to add single choice list to dialog box. We can check or uncheck as per the user choice. Okay, അപ്പോൾ നമുക്ക് എന്താണ്, ഒരു സിംഗിൾ ചോയ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയലോഗ് ബോക്സിലേക്ക് ആഡ് ചെയ്യാനാണ് സിംഗിൾ ചോയ്സ് ലിസ്റ്റ് ഡയലോഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡേറ്റ് പിക്കർ ഡയലോഗ് ആൻഡ് ടൈം പിക്കർ ഡയലോഗ്. A dialogue with predefined UI that allow to user select time and date. അപ്പോൾ ഡേറ്റ് പിക്കർ ഡയലോഗും ടൈം പിക്കർ ഡയലോഗും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സെലക്ട് ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ജസ്റ്റ് നോക്കാം. പബ്ലിക് ഡേറ്റ് പിക്കർ ഡയലോഗ് കോണ്ടെക്സ്റ്റ് ഇതെന്താണ്, ഇതിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനി പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ടൈം പിക്കർ ഡയലോഗിൽ കൂടുതലായിട്ട് എന്തുണ്ട്, കോണ്ടെക്സ്റ്റിന് കൂടാതെ എന്തുണ്ട്, ടൈം പിക്കർ ഡയലോഗ് ഓൺ ടൈം സെറ്റ് ലിസണർ, അതേപോലെ തന്നെ ഉണ്ട് ഹവർ ഉണ്ട്, മിനിറ്റ് ഉണ്ട്, അതേമാതിരി സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഡയലോഗ്സ് ഒന്നുകൂടി നോക്കാം, ഏതൊക്കെ നോക്കാം. ഒന്ന് നമ്മുടെ അലേർട്ട് ഡയലോഗ് നന്നായിട്ട് നോക്കുക. ലിസ്റ്റ് ഡയലോഗ് അലേർട്ട് ഡയലോഗാണ്. അലേർട്ട് ഡയലോഗ്, ലിസ്റ്റ് ഡയലോഗ്, സിംഗിൾ ചോയ്സ് ലിസ്റ്റ് ഡയലോഗ്, ടൈം പിക്കർ ഡയലോഗ് ആൻഡ് ഡേറ്റ് പിക്കർ ഡയലോഗ്. ഇനി നമുക്ക് പറയാനുള്ളത് ആൻഡ്രോയിഡ് ഡയലോഗ് ഫ്രാഗ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഡയലോഗ് ഫ്രാഗ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഡയലോഗ് ഫ്രാഗ്മെൻറ്റ് എന്താണ്, ഡയലോഗ് ഫ്രാഗ്മെൻറ്റ് ഈസ് എ യൂട്ടിലിറ്റി ക്ലാസ് വിച്ച് എക്സ്റ്റെൻഡ്സ് ദ ഫ്രാഗ്മെൻറ്റ് ക്ലാസ്. ഈ ഫ്രാഗ്മെൻറ്റ് ക്ലാസ്സിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞതാണ്. ഇതാണ് ബേസ് ക്ലാസ്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ക്ലാസ്സാണ് ഡയലോഗ് ഫ്രാഗ്മെൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്രിയേറ്റ് ചെയ്യാം, ഡയലോഗ് ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ഓൺ ക്രിയേറ്റ് ഡയലോഗ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ഓൺ ക്രിയേറ്റ് വ്യൂ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഓൺ ക്രിയേറ്റ് ഡയലോഗ് വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഓൺ ക്രിയേറ്റ് വ്യൂ വെച്ചിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു കോഡാണ്, എന്ത് നമ്മളെ ഡയലോഗ് ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കോഡാണ്. ഓക്കെ, ഒന്ന് നോക്കാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇതിൻ്റെ കീ വേർഡ് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ മൈ ഡയലോഗ് ഫ്രാഗ്മെൻറ്റ്
ഓക്കെ, ഡയലോഗ് ഫ്രാഗ്മെൻറ്റ് ഈക്വൽ ടു ന്യൂ മൈ ഡയലോഗ് ഫ്രാഗ്മെൻറ്റ്. ഇതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം ആണ്. ബട്ടൺ ആണെങ്കിൽ പോലും നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം സെയിം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതേമാതിരി നമ്മളെങ്ങനെ ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യും, ബട്ടൺ ബി അല്ലെങ്കിൽ ബട്ടൺ B1 ഈക്വൽ ടു ന്യൂ ബട്ടൺ, അങ്ങനെ എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പം ഇതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞു ഇതെന്തിനാണ്, ഇതിലെ കീവേഡ് ഈ ഷോ എന്തിനാണ്, നമ്മളെ ഡയലോഗ് ഷോ ചെയ്യാനാണ്. ഡയലോഗ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടോസ്റ്റ് പറയും. അപ്പോൾ ടോസ്റ്റും ഷോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ടോസ്റ്റ് പറയും. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് ടോസ്റ്റാണ്. അപ്പം ഇതിൽ എങ്ങനെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ടോസ്റ്റാണ്. അപ്പം എന്താണ് ഡയലോഗ് ഫ്രാഗ്മെൻറ്റ്സ് എന്താണ്, ഫ്രാഗ്മെൻറ്റ് എന്താണ് ഞാൻ പറഞ്ഞു, ഡയലോഗ് എന്താണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആൻഡ്രോയിഡിൽ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഡയലോഗ്സിനെ നമുക്ക് എന്താ, ഡയലോഗ് ബോക്സസിനെ അല്ലെങ്കിൽ നമ്മളെന്താണ് അലേർട്ട് ഡയലോഗോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഡയലോഗ് ഇൻ ദ ഫോം ഓഫ് ഫ്രാഗ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫ്രാഗ്മെൻറ്റ് ഡയലോഗ്സ് എന്ന് പറയും. ഇനി നമുക്ക് നോക്കാം ടോസ്റ്റ്. അപ്പം ടോസ്റ്റ് നോക്കുക. ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ, നമുക്ക് നമ്മളെ നോട്ടിഫിക്കേഷൻസോ നമ്മളെ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് ടോസ്റ്റ് ക്ലാസ്. നമുക്കൊരു 5 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ടോസ്റ്റ് ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടോസ്റ്റ് ക്ലാസ് ഈസ് യൂസ്ഡ് ടു ഷോ ദ നോട്ടിഫിക്കേഷൻ ഫോർ എ പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ ഡിസപ്പിയർ. ഓക്കെ, ഇറ്റ് ഡസിൻ ബ്ലോക്ക് ദ യൂസർ ഇൻട്രാക്ഷൻ. അപ്പോൾ എന്താ, നമുക്കൊരു 5 സെക്കൻഡിലേക്ക് എനിക്ക് വെൽക്കം ഒരു 5 സെക്കൻഡിലേക്ക് എനിക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യണം. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ വെൽക്കം ടു ആൻഡ്രോയിഡ് അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഷോ ചെയ്യിപ്പിക്കണം. വെൽക്കം ടു ആൻഡ്രോയിഡ് ഒരു 5 സെക്കൻഡ് മതി. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ടോസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ടോസ്റ്റ് ക്ലാസ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ടോസ്റ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന് ലെങ്ത് ലോങ്. ഓക്കെ, ലെങ്ത് ലോങ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതേമാതിരി ലെങ്ത് ഷോർട്ട്. അപ്പോൾ എന്താ, ഡിസ്പ്ലേസ് വ്യൂ ഫോർ എ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈം. നമുക്ക് ഒരു ലോങ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന 1 hour 2 hour എന്നല്ല, ഒരു ലിമിറ്റഡ്. അപ്പോൾ ഒരു 5 സെക്കൻഡ് ആണെങ്കിൽ അതിനൊരു 1 minute അപ് ടു 1 minute അല്ലെങ്കിൽ ഒരു 2 minute ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അല്ലാണ്ട് ഒരു ഫുൾ ടൈം നമുക്കൊരു ഫിലിം കാണുന്ന മാതിരി മൊത്തം ഡിസ്പ്ലേ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ലോങ് എന്ന് വെച്ചാൽ അതാണ്. ഇത് ഈ ടോസ്റ്റ് മെത്തേഡിന് ഒരു ഇൻ്റർവൽ ഓഫ് ടൈമിന്, ഒരു ചെറിയൊരു ഇൻ്റർവൽ ഓഫ് ടൈമിന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം, നമ്മളെ നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ലോങ്ങും ഷോർട്ടും ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. നമുക്ക് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് ഡിസപ്പിയർ ആവുന്നതൊക്കെ കാണാം. നമ്മളെ വാട്സപ്പിലേക്കൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മളെ ആക്ഷൻ മുകളിൽ ബാർന്ന് വന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആവുന്നത് കാണാം. അതൊക്കെ ടോസ്റ്റാണ്. ഇനി ടോസ്റ്റിൻ്റെ സിൻടാക്സ് ആണ്. ഇതൊന്ന് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, ഒരു ഹലോ എന്ന് പറയുന്ന മെസ്സേജ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ടോസ്റ്റ് അല്ലെ ടോസ്റ്റ് ടി എന്ന് പറഞ്ഞിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈക്വൽ ടു ടോസ്റ്റ് മേക്ക് ടെക്സ്റ്റ് ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടസ്റ്റ്. നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട വേർഡ് ഹലോ എത്ര ലെങ്ത്തിലാണ്, ഷോർട്ടാണോ ലോങ് ആണോ നോക്കും. ഓക്കെ, എന്നിട്ടൊരു മാർജിൻ സെറ്റ് ചെയ്തു. വേണമെങ്കിൽ മാർജിൻ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡീഫാൾട്ടുള്ള ഷോർട്ടിൽ എന്തെടുക്കും, ടൈം എടുക്കും. ടോസ്റ്റ് ഡോട്ട് ഷോ. ഓക്കെ, അപ്പോൾ ഈ ടോസ്റ്റ് ഡോട്ട് ഷോ നോക്കുക. ഈ ടോസ്റ്റ് ഡോട്ട് ഷോ എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്, ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടി നോക്കാം. ഒന്ന് ഡയലോഗ്സ് എന്താണെന്ന് പറഞ്ഞു. ഡയലോഗ്സ് എന്താണ്, ഒരു സ്മോൾ വിൻഡോ ആണ്. നമുക്ക് ഡിസിഷൻ ടേക്ക് ചെയ്യാൻ, യൂസറിന് ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാനോ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഡയലോഗ്സ്. ഓക്കെ, അലേർട്ട് ഡയലോഗ് ഉണ്ട്. അലേർട്ട് ഡയലോഗിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി പഠിച്ചു. ലിസ്റ്റ് ഡയലോഗ് എന്താണെന്ന് പഠിച്ചു. അതേമാതിരി സിംഗിൾ ചോയ്സ് ലിസ്റ്റ് ഡയലോഗ്, അതുപോലെ ഡേറ്റ് പിക്കർ ഡയലോഗ്, ടൈം പിക്കർ ഡയലോഗ്. ഓക്കെ, ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഡേറ്റ് പിക്കർ ഡയലോഗും ടൈം പിക്കർ ഡയലോഗും അടിച്ചാൽ ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അടുത്തത് എന്താ, ഡയലോഗ് ഫ്രാഗ്മെൻറ്റ്സ്. എന്താണ് ഡയലോഗ് ഫ്രാഗ്മെൻറ്റ്സ്, എങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ജസ്റ്റ് ഒരു കോഡ്. ഓക്കെ, പിന്നെ ടോസ്റ്റ് ക്ലാസ്സിനെ കുറിച്ച് പഠിച്ചു. ടോസ്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി പഠിച്ചു. അതോടെ നമ്മുടെ 4th മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മൊഡ്യൂളും കൂടെ ഉണ്ട്. അത് SQLite ആണ്. ആൻഡ്രോയിഡും
ഡാറ്റാബേസും തമ്മിലുള്ള കണക്ടിവിറ്റിയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വ്യൂ ആൻഡ് വ്യൂ ഗ്രൂപ്പ് ക്ലാസ്, വ്യൂ ഗ്രൂപ്പ് ക്ലാസ് ഇതിനെക്കുറിച്ചിട്ട് ഒരു അസൈൻമെൻറ്റ് എഴുതണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എന്തായാലും ഒരു എസ്സേയും അതേപോലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരു 10 മാർക്കിൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻ എന്തായാലും വരും. 15 മാർക്ക് മിനിമം ക്വസ്റ്റ്യൻ വരും. ഓക്കെ, എല്ലാ പ്രാവശ്യം അങ്ങനെ വരലുണ്ട്. മിനിമം 10 മാർക്ക്, മാക്സിമം പോയ 15 മാർക്ക് വരെ. അതായത് ഷോർട്ട് എസ്സേയും ചോദിക്കും, എസ്സേയും സെയിം തന്നെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ബട്ടൻ്റെ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ചെക്ക് ബോക്സ് ഇതാണ് വ്യൂ. ഓക്കെ, പിന്നെന്താ ചെക്ക് ബോക്സ്. അതേപോലെ റേഡിയോ ബട്ടൺ 4, ഇമേജ് ബട്ടൺ, ടെക്സ്റ്റ് വ്യൂ 5, ടെക്സ്റ്റ് വ്യൂ 6, എഡിറ്റ് ടെക്സ്റ്റ്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യലും. ഇപ്പോൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് ബട്ടൺ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബി എന്ത് വേണേലും ഈക്വൽ ടു ന്യൂ ബട്ടൺ. ഓക്കെ, ഇങ്ങനെയാണ്. അതാണ് ചെക്ക് ബോക്സ് ഈസ് ഈക്വൽ ടു സി ഈക്വൽ ടു ന്യൂ ചെക്ക് ബോക്സ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഇതിൻ്റെ ഫൈൻഡ്, വ്യൂ ബൈ ID ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്തതാണ്. അതുകൊണ്ടാണ് r.id. എന്താണ് B1ൻ്റെ എന്താണോ എൻ്റെ ഒന്നാമത്തെ ബട്ടൻ്റെ എന്താണ്, ഞാൻ ഇതെങ്ങനെ XML ക്രിയേറ്റ് ചെയ്യും? ബട്ടൺ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, XML ക്രിയേറ്റ് ചെയ്യുക. അതേപോലെയാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. XML നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ബട്ടൺ ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ബട്ടൺ എന്താണ് ആൻഡ്രോയിഡ് ID എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ID എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു ID കൊടുക്കും. ഒരു ID എന്താണ് B1 കൊടുക്കും. ഓക്കെ, പിന്നെന്താണ് ആൻഡ്രോയിഡ് ലേഔട്ട് വിഡ്ത്ത് ഉണ്ടാവും. വിഡ്ത്ത് മാച്ച് പാരൻറ്റും റാപ്പ് കണ്ടൻറ്റൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു, റാപ്പ് കണ്ടൻറ്റ്. ഓക്കെ, പിന്നെന്താവും? ഹൈറ്റ് ഉണ്ടാവും. ആൻഡ്രോയിഡ് ഹൈറ്റ് മാച്ച് പാരൻറ്റ്. ഓക്കെ, റാപ്പ് കണ്ടൻറ്റോ മാച്ച് പാരൻ്റ് ഏതും കൊടുക്കാം. പിന്നെ എന്തുണ്ടാവും? ആൻഡ്രോയിഡ് ടെക്സ്റ്റ് ഉണ്ടാവും. ടെക്സ്റ്റ് എന്താ? എനിക്ക് ഏതാണോ ബട്ടൻ്റെ ടെക്സ്റ്റ് കൊടുക്കേണ്ടത്, അപ്പം സമ്മാണ് എനിക്ക് കൊടുക്കേണ്ടതെങ്കിൽ സം ഉണ്ടാവും. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ആട്രിബ്യൂട്ട്സ് പഠിക്കുക. അപ്പോൾ ഓരോന്നും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് നോക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ വ്യൂ ഗ്രൂപ്പ് ക്ലാസ്, അതേമാതിരി വ്യൂ ഗ്രൂപ്പ് ക്ലാസ്സിൽ സൂര്യ പോലെ കേട്ടോ ഒരു മിനിറ്റ്. വ്യൂ ഗ്രൂപ്പ് ക്ലാസ്സിൽ പിന്നെ നമുക്ക് പറയാനുള്ളത് പിന്നെ ലീനിയർ ലേഔട്ട്, റിലേറ്റീവ് ലേഔട്ട്, ഫ്രെയിം ലേഔട്ട് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ആട്രിബ്യൂട്ട്സും ഹൈറ്റും ലെങ്ത്തും ഒക്കെ സെയിം ആണ്. അപ്പം ഇതെന്തായാലും ഒരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,